അപ്പുറത്ത് ജി സുധാകരനെങ്കിൽ ഇപ്പുറത്ത് കെ സുധാകരനാണ്. പാർട്ടി തീരുമാനങ്ങളെ കാറ്റിൽ പറത്തി ആദ്യം സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ആ സമ്മർദ്ദങ്ങൾ ഏൽക്കുന്നില്ല എന്ന് കണ്ട് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടക്കം. പിന്നാലെ കണ്ണൂരിലെ വീട്ടിൽ ആളെ കൂട്ടി ശക്തി പ്രകടനം. കെ സുധാകരൻ MP കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ശോഭ കെടുത്തി പിടിവാശി തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ല എന്ന് KPCC നേതൃത്വം ഈ മുൻ പാർട്ടി അധ്യക്ഷനെ അറിയിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച് തിങ്കളാഴ്ച ഡൽഹിയിൽ കാണണമെന്നാണ് ഒടുവിലത്തെ നിർദ്ദേശം. സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. നിർണായക തെരഞ്ഞെടുപ്പ് പോരിന് ഇറങ്ങുമ്പോൾ മുതിർന്ന നേതാവായ കെ സുധാകരൻ ചെയ്തത് ശരിയോ തെറ്റോ എന്നാണ് ജനങ്ങളോട് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ മുബാറക്ക് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാം. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സിറ്റിംഗ് MPമാർ ആരും തന്നെ മത്സരിക്കേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. നിലവിൽ ഡൽഹിയിലെ ചർച്ചകൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം ഇങ്ങോട്ടേക്ക് മടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും നാം ഇന്ന് കണ്ടു. വളരെ വൈകാരികമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ അവസരത്തിൽ നമ്മൾ ജനങ്ങളോട് ചോദിക്കുകയാണ്, കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് മത്സരിക്കേണ്ടതുണ്ടോ? ഓൾറെഡി ഒരു MP ആണല്ലോ. അപ്പോൾ MP എന്നുള്ള നിലയിൽ പിന്നെ MLAമാർ മത്സരിക്കേണ്ട MPമാർ മത്സരിക്കേണ്ട എന്നുള്ള ഒരു ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലക്ക്, യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ എന്ന നിലക്ക് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിച്ചിട്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറണമെന്നാണ് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. മത്സരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരും MP ആയിട്ടുള്ളത്. എന്തിനാണ് അതിന്റെ ആവശ്യം? വേണ്ട. പിന്നെ ഡിപ്പെൻസ്, ഇപ്രാവശ്യം അങ്ങനെ വരാനുള്ളൊരു ചാൻസ് കുറവാണ്. അത് സുധാകരൻ എന്നല്ല, ആരാണെങ്കിലും വരാനുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ നിലവിലുള്ള ആളുകൾ തന്നെ വരുന്നതായിരിക്കും കുറച്ച് നല്ലത്. അദ്ദേഹം മത്സരിക്കേണ്ട, അങ്ങനെ തന്നെ നിലവിൽ തുടർന്നാൽ മതി. എന്തിനാണ് MP സ്ഥാനം? പിന്നെ ചെലവല്ലേ? വീണ്ടും അവിടെ ഇലക്ഷൻ വന്നിട്ട് വീണ്ടും മാറ്റി ഇലക്ഷൻ വെക്കണ്ടേ? അവിടെ അയാൾ കണ്ണൂരിൽ ജയിച്ചു കഴിഞ്ഞ് വീണ്ടും MP സ്ഥാനത്ത് ഇലക്ഷൻ വീണ്ടും നടക്കണ്ടേ? അതിന്റെ ആവശ്യമില്ലാന്ന് നമ്മളെ അഭിപ്രായം. എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലല്ലേ ബോസേ? ഇതിങ്ങനെ അങ്ങോട്ട് MP ആവാ, പിന്നെ ഇങ്ങോട്ട് MLA ആവാ. ഇതൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഉത്തരവാദിത്തമല്ലേ അത് ചെയ്യണത്? എന്താ കോൺഗ്രസിൽ വേറെ സ്ഥാനാർത്ഥികളൊന്നും ഇല്ലേ? പൊതുജനം എന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ആക്രാന്താന്ന് പറയും. മൂപ്പര് മത്സരിക്കാൻ താല്പര്യം. പഴയ കോൺഗ്രസ്സാണല്ലേ, ഒരു മുഖ്യമന്ത്രിക്കാവാൻ പറ്റിയൊരു യോഗ്യതയുള്ള ആളാണ്. നല്ലൊരു നേതാവാണ്, അല്ല ജനങ്ങൾക്കൊരു പറ്റിയൊരു നേതാവാണ്. കണ്ണൂർ കോൺഗ്രസിന്റെ ഒരു ശക്തനായ നേതാവാണ്. കാരണം സുധാകരൻ മത്സരിക്കേണ്ട പാർട്ടി തീരുമാനിച്ചാലേ നടക്കുള്ളൂ. പക്ഷേ സുധാകരൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ അത്രയും വലിയൊരു നേതാവാണ്. കണ്ണൂർ പാർട്ടി ഉണ്ടാക്കിയ തന്നെ കോൺഗ്രസ് ഉണ്ടായ തന്നെ സുധാകരനാണ്. അല്ല, രാജിവെച്ച് മത്സരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മൂപ്പര് കണ്ണൂർ പറഞ്ഞ ശക്തനായ നേതാവാണ്. കെ സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് ചെറിയ വിഭാഗം പറയുമ്പോൾ ഭൂരിഭാഗവും അദ്ദേഹം മത്സരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. നിലവിൽ അദ്ദേഹത്തിന്റെ ഈ വൈകാരികമായ നീക്കം ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. കോഴിക്കോട് നിന്നും അതേന്ദർ ജിത്തുവിനൊപ്പം M മുബാറക്, ന്യൂസ് മലയാളം.